100I, 103, 105, 107, 110, 115, 120. ഫ്രണ്ടിൽ പോകുന്ന പയ്യനില്ല, ഹിമാലയം തന്നെയാണ് കേട്ടോ. പുള്ളിക്കാരൻ ഗോവയിൽ നിന്ന് വരികയാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടതാ. പുള്ളിയല്ലേ. അങ്ങനെ വഴി തെറ്റിയോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നല്ലേ വഴി? ഗൈസ്, ആനുണ്ട് മോനെ. അവിടെ ആന നിൽക്കുന്നുണ്ട്. അമ്പോ, കാണുന്നുണ്ടോ? ഇതാണ് മഞ്ഞക്കൊമ്പെന്ന് പറയണ ആന കേട്ടോ. ഈ വഴിക്കൂടെ ആനല്ലാതെ വേറെ ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ? എവിടെ? മാറി നിൽക്കടോ, ഞങ്ങളൊന്ന് പോട്ടെ. കുത്തോ? എന്ത് സൈഡ് ഇടണല്ല? തീരെ കിട്ടൂല ആണോ? ചേട്ടാ നമുക്ക് സൈഡ് തന്നു. ഹായ്. അപ്പം ഒരു യാത്ര പോവാണ്. എവിടേക്കൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പോയിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ ശരി. ഇതാ പോയിട്ട് വരാം. വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വീടാണ്. നമ്മൾ കെട്ടുപാലത്തി ആണ് ഞങ്ങളുടെ പാലം. ക്യാമറ ഒന്ന് ചെരിഞ്ഞിട്ടാണോ ഇരിക്കണം തോന്നുന്നുണ്ട്. ഒന്ന് നേരെ വെക്കണം. ഇവിടെ നിൽക്കുമ്പോൾ കറക്റ്റാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ കറക്റ്റല്ലേ? കറക്റ്റാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പോകാം. കെട്ടുങ്ങളിൽ നിന്ന് നേരെ കൊടുങ്ങല്ലൂരിൽ നിന്ന് അതിരപ്പള്ളി വഴി ആറ്റുമുഖം കയറിയിട്ട് അവിടുന്ന് നമുക്ക് മഞ്ഞപ്ര റൂട്ടിലേക്ക് കയറാമെന്നാണ് വിചാരിക്കണത്. കാട്ടിക്കൂടി എന്തായാലും ആ വഴി പോകാൻ പറ്റുമെന്നറിയില്ല. പോയി നോക്കാം. ഓൾറെഡി കാഞ്ഞാണി തറൈ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മെയിൻ സെൻറ്ററാണ് കാഞ്ഞാണി സെൻറ്ററിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ വാടാനപ്പള്ളിയിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ എറണാകുളം റോഡാണ്. അപ്പോൾ ആ വഴി പോയിട്ട് അവിടുന്ന് നേരെ കൊടുങ്ങല്ലൂർ കയറി ചെറിയൊരാവശ്യം കഴിഞ്ഞിട്ട് നേരെ ചാലക്കുടി വഴി പോകാനാണ് പ്ലാന്. അപ്പം നോക്കാം. ഹൈവേയിലേക്ക് കയറാൻ പോകണം. ഹൈവേ കുറച്ച് പണി കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടുന്ന് ഏകദേശം തളിക്കുളം വരെയുള്ള പണി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് പടച്ച് നോക്കി നോക്കട്ടെ, മാക്സിമം എത്ര സ്പീഡ് വരെ പോകുമെന്ന് അറിയണ്ട. I, 103, 105, 107, 110, 115, 120, 1
ഏകദേശം അവസാനിക്കാറായി. അപ്പം ഇനി സ്പീഡ് പോകണ്ട. ഓവർ സ്പീഡൊന്നും ആരും പോകരുത് കേട്ടോ. ഇത് ഞാനവിടെ വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം ജസ്റ്റ് സ്പീഡ് എടുത്ത് നോക്കിയെന്നുള്ളൂ. ഞാൻ നോർമലായിട്ടൊരു 80 ആ ഒരു റേഞ്ചിലാണ് വണ്ടി എടുക്കാറുള്ളൂ. ഈ ലോക്കൽ റോഡ്സിലൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 50-60 ആ റേഞ്ചിലൊക്കെ പോവുള്ളൂ. ഫ്രണ്ടിൽ പോകുന്ന പയ്യനില്ല, ഹിമാലയം തന്നെയാണ് കേട്ടോ. പുള്ളിക്കാരൻ ഗോവയിൽ നിന്ന് വരികയാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ടതാ. പുള്ളിയല്ലേ. ആ പോണ കണ്ടിട്ട് സാഹസം കാണിക്കാമെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അത് ലോങ് റൂട്ട് ചെയ്ത് വരുമ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി എണീറ്റ് വെക്കണതോ. ചിലന്മാരുണ്ട് സാഹസം കാണിച്ചിട്ട് ചെയ്യണതാന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കണവർ. എവിടെ സ്ഥലം? എവിടെയാ? തൃപ്പൂണിത്തറ. ആ, അവിടെ തന്നെ വീട്? അവിടെ തന്നെയാണോ? അവിടെ തന്നെയാണോ വീട്? ചങ്ങനാശ്ശേരി. ആ, ഓക്കെ. എന്നാ പോയപ്പോൾ? എത്ര ദിവസം? ആ, ഓക്കെ. കഴിഞ്ഞ ബുധനാഴ്ച അല്ലേ? ഓക്കെ. ഇപ്പം സീസണാണോ അവിടെ? സീസണാണോ? സീസൺ? ആ, ഉവ്വ. ആ, അതിൽ പോയതാണല്ലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നല്ലേ? ഓക്കെ, കാണാം. പേരെന്താ? ആ, വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. ഞാൻ ചെയ്യുന്നില്ല, ഞാൻ വെറുതെ നമ്മളെ പോണ ട്രിപ്പുകളുടെ വീഡിയോസ് കളക്ഷൻ മാത്രം. ശരി എന്നാ. ഇത് ഒരു അടിപൊളി സ്ഥലമുണ്ടോ. ഞാൻ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഇതൊരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എപ്പോഴാണ് ഇവിടുത്തെ വൈബ് എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ആൾക്കാർ വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഒരു കടമക്കുടി ഫീലാണ്. കണ്ടില്ല? ഫുഡി ഡേ റെസ്റ്റോറൻറ്റ്, കുളം, ചായക്കട. ഒരു നല്ലൊരു വൈബുണ്ട് അവിടെ. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് സഞ്ചരിച്ച് ഇവിടെ എത്താൻ പറ്റും. നമുക്ക് പക്ഷേ അവിടെ നിൽക്കാൻ സമയമില്ല. കാരണം അതിരപ്പള്ളിയിലേക്ക് ഏകദേശം 6 മണിക്ക് അവിടുത്തെ ഗേറ്റ് അടക്കും. അപ്പം അതിന് മുമ്പായിട്ട് അവിടെ എത്തണം എന്നാണ് വിചാരിക്കണം. അതുകൊണ്ട് കയറ്റി വിടുമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ചെന്നിട്ട് നോക്കാം കയറ്റി വിടുമോ ഇല്ലെന്നുള്ളത്. 5-5:30 ആകുമ്പോൾ അവിടെ എത്തുമെന്ന് വിചാരിക്കണം. ബൈക്കുകളെ പൊതുവെ 4 മണിക്ക് ശേഷം കയറ്റി വിടാറില്ല. കൊരട്ടിത്തറ കേട്ടോ. ഇതാണോ കൊരട്ടിപ്പള്ളി? യെസ്. സ്ട്രൈറ്റ് എടുത്തോടാ, സ്ട്രൈറ്റ് എടുത്തോടാ. സിഗ്നൽ
നമ്മൾ ഏകാറ്റുമുഖം റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ചെറിയ റോഡാണ്. ഇനി കാടൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് പോണ വഴിയിൽ. അങ്ങനെ വഴി തെറ്റിയോ എന്നൊരു ഡൗട്ടുണ്ട്. പിന്നല്ലേ വഴി. അപ്പുറത്താണ് വലിയ വഴി കാണുന്നത്. ഇതൊരു ചെറിയ വഴി കൂടെ ഞാൻ എടുത്തെന്ന് തോന്നുന്നുണ്ട്. അവിടെ എന്തായാലും എത്തും. മെയിൻ റോട്ടിൽ കയറാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഗൈസ്, അപ്പോൾ വഴി തെറ്റിക്കയറിയത് തന്നെയാണ്. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകേണ്ടായിരുന്നു. ലെഫ്റ്റല്ല, സോറി, റൈറ്റ് എടുത്ത് പോകേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ എടുത്തില്ല. അപ്പോൾ അതാണ് ഈ സർവീസ് റോഡിൽ കൂടി വരേണ്ടി വന്ന അടിപൊളി. ഓക്കെ, ഇത് നല്ല റോഡാണല്ലോ. ഗൈസ്, ഞാൻ വഴി തെറ്റി വന്നാണ് പോണേ. എൻ്റെ മാപ്പേ നീ ചതിച്ചതാണല്ലേ. കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര ഇത് എത്ര പോയാലും മതിയാവില്ല. എത്ര പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടെന്നൊരു കണക്കുമില്ല. പ്രത്യേകിച്ച് ഈ അതിരപ്പള്ളി റോഡിൽ എൻ്റെ ഒരു ഫേവറേറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് റോഡാണ് ഈ അതിരപ്പള്ളി മലപ്പാറ റോഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച കൂടി പോയി വന്നോളൂ. പോയി വന്നാൽ വീണ്ടും പോകാൻ തോന്നും. അതാണ് ആ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത. എന്താ, കുറേ ആൾക്കാരിങ്ങനെ ചോദിക്കേ, ഈ കാട്ടിൽ കൂടി യാത്ര ചെയ്ത് മതിയാവില്ലേ? പോയ വഴി കൂടെ തന്നെ നിങ്ങൾ വീണ്ടും പോയിട്ട് എനിക്ക് മതിയാവില്ലടാ എന്ന് ചോദിക്കും. അതിൻ്റെ സുഖാനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കല്ലേ ഉള്ളൂ. അത് അവർക്കറിയില്ലല്ലോ. ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്തു. ഞാനിവിടം വരെ വന്നിട്ടുണ്ട്. അതായത് അപ്പുറത്തെ വഴി കൂടി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ വഴി കൂടി ഇങ്ങോട്ട് വരണത് ആദ്യമായിട്ടാണ്. റോഡൊക്കെ ഇവിടെ പണി കഴിച്ചിട്ടുണ്ടാവും. ഡൗട്ട്, ഞാൻ മുന്നേ വന്നപ്പോൾ റോഡൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് എടുക്കായിരുന്നു. എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് പൊളിഞ്ഞ് എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്താല്ലേ ഇത്ര അധികം എണ്ണപ്പനുണ്ട് ഇവിടെ. പിന്നെ ആനകൾ വരാണ്ടിരിക്കില്ലല്ലോ. പക്ഷെ നമുക്ക് കാണാൻ ഭാഗ്യം ഉണ്ടാണോ? ആനകളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പൊളി വൈബല്ലേ ഇങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോകാൻ. എന്താ സുഖം, എന്താ രസം. ഞാൻ എത്രയോ നാളുകളായിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്കറിയാം, ഞാൻ വീഡിയോകളായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ടാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിയതും അതിന് വേണ്ടിയിട്ടൊരു ആക്ഷൻ ക്യാമറ മേടിച്ചതും. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്. ആനേനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതായിരിക്കാം. പക്ഷെ ആനയൊന്നുമില്ല. നമ്മൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ആനകളുണ്ടാവില്ല. അല്ലാത്ത സമയത്തൊക്കെ ഇപ്പം നമ്മൾ നാളെ ഒന്ന് ഫേസ്ബുക്ക് ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാം ഇന്നിറങ്ങിയ ആനകളുടെ വീഡിയോസ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താണോ ഈ ആനകളൊന്നും വരാത്ത. പക്ഷേ ആനകളൊക്കെ ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് മലക്കപ്പാറ റൂട്ടിൽ ഞാൻ വരുന്ന സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരെണ്ണം ക്രോസ് ചെയ്ത് പോയിരുന്നു. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ആന ക്രോസ് ചെയ്ത് അങ്ങോട്ട് നിന്ന് എൻ്റെ നേരെ തിരിഞ്ഞു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ ബാക്ക്
എടുക്കാൻ നിൽക്കുമ്പോഴേക്കും വേറൊരു വണ്ടി വന്നു ബാക്കിൽ. ആ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് ആന വീണ്ടും കാട് കയറിപ്പോയി. 5:20 അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് വഴി മൂന്നാറിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്. അവർ തുറന്നു തരുമെന്ന് അറിയില്ല. തുറന്ന് തരുവാണെങ്കിൽ അതിൽ കയറി പോവാം. ചാലക്കുടി പുഴയിൽ വെള്ളമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വണ്ടികളൊക്കെ ഈ വഴി വരുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ചെക്ക് പോസ്റ്റ് അപ്പുറത്ത് അടച്ചു എന്ന് തോന്നുന്നുണ്ട്. മിക്കവാറും ഞാൻ തിരിച്ച് വഴി തന്നെ വരേണ്ടി വരും. യെസ്, അതെ, ഈ വഴി തന്നെ വരേണ്ടി വരും. എന്നാലും നോക്കാം. ചെക്ക് പോസ്റ്റ് അടക്കുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് സാധാരണ വരാം. കുരങ്ങന്മാർ പാല് മുറിഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് പറ്റിയിടോ? ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റിലാണ്. ചോദിച്ച് നോക്കാം നമ്മൾ കയറ്റി വിടുക എന്നുള്ളത്. ആന നിൽക്കുന്നുണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് പോയിക്കൂടെ? മൂന്നാർക്ക് 10 രൂപ. അയ്യോ, ജീപ്പ് എടുക്കില്ലേ? അവിടെ ആന നിൽക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. ചെക്ക് പോസ്റ്റിൽ തന്നെ ആന ഉണ്ട്. അൻസാർ. അവിടെ ഏത് ചെക്ക് പോസ്റ്റ് വഴി പോകേണ്ടത്? മൂന്നാർക്ക് പോകുമ്പോൾ അപ്പുറത്ത് ഏത് ചെക്ക് പോസ്റ്റിലേക്കാണ് കയറേണ്ടത്? ഒറ്റ എനിക്ക് മൂന്നാറിൽ കയറാൻ വേണ്ടിയിട്ടാ. പാണ്ടുപാറ അല്ലേ? ഓക്കെ, ആ വഴിയില്ലേ? ഓക്കെ. ആ വഴിക്കോട്ടെ അല്ലേ? ഗൈസ്, ആന ഉണ്ട് മോനെ. അവിടെ ആന നിൽക്കുന്നുണ്ട്. സാറേ, അവിടെ നിൽക്കണ ആന മറ്റേ ഗണപതി എന്ന് പറയണ ആന ഏതാ? മഞ്ഞക്കൊമ്പനാ? ഇല്ല. ആ നിൽക്കുന്നതാണോ മഞ്ഞക്കൊമ്പൻ? ഓക്കെ. ഗൈസ്, ആനയുണ്ട്. മഞ്ഞക്കൊമ്പൻ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പം നമുക്ക് ആന. ഓക്കെ, അവിടെ അധികം നിൽക്കുന്നുണ്ടാവെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. പോട്ടെ സാറേ. ഗൈസ്, 3 ആന നിൽക്കുന്നുണ്ട്. 3 ആനകൾ നിൽക്കുന്നുണ്ട്. വാല് പറഞ്ഞിട്ടുള്ള ആനയാണ് കേട്ടോ. അമ്പോ, അടിപൊളി. അമ്പോ,
കാണുന്നുണ്ടോ? ഇതാണ് മഞ്ഞക്കൊമ്പ് എന്ന് പറയണ ആന കേട്ടോ. എന്ന് പറയണ എനിക്കറിയില്ല. ആന നിൽക്കുന്നുണ്ട്. അടിപൊളി. ആനനെ കണ്ടു. 3 എണ്ണം ഉണ്ട്. 3 എണ്ണം. 3 കൊമ്പന്മാരാണ്. ഫ്രണ്ടിൽ വേറെ ആനൊന്നും ഇല്ലാന്ന് വിചാരിക്കണം. എന്തായാലും ഹാപ്പിയായി. ആനനെ കണ്ടത് ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, ബാക്കി നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. നമ്മൾ പോവാണ് കേട്ടോ. എന്തായാലും ആനനെ കണ്ടത് ഹാപ്പി എന്ന് വെച്ചാൽ ഡബിൾ ഹാപ്പി. ഞങ്ങൾ ഈ വഴി അടുത്ത ആഴ്ച വരാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ച വരണം. എനിക്ക് ഈ കാട്ടിൽ കൂടി യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രാന്താട്ടോ. ഭ്രാന്തെന്ന് പറഞ്ഞാൽ സൂപ്പർ ഭ്രാന്തനാണ് ഞാൻ. നിങ്ങളിലുണ്ടാവും അങ്ങനത്തെ ഭ്രാന്തന്മാർ. ആരോടൊന്നും പറയാണ്ട് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ കാട് കയറാൻ വരുന്ന ആൾക്കാർ അല്ലേ? എന്താ വൈബല്ലേ? ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ട് വരണം കേട്ടോ. ഈ റൂട്ടിൽ കൂടി നേരെ നമുക്ക് മൂന്നാറിൽ കയറാൻ പറ്റും. പാണ്ടി, അയ്യോ എന്തോ ഒരു പേര് പറഞ്ഞല്ലോ, ഞാൻ മറന്നുപോയി. ആനയെ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആ പറഞ്ഞ ചെക്ക് പോസ്റ്റ് ഞാൻ മറന്നുപോയി. ആ ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടടുത്താണ് ആന നിന്നിരുന്നത്. ആൾക്കാരൊന്നും കണ്ടിട്ട് പേടിയൊന്നുമില്ല കേട്ടോ. ആന സ്ഥിരമായിട്ട് ഈ ആൾക്കാരെ കാണണമെന്ന് തോന്നുന്നുണ്ട് അവിടെ. ഇനി ആനനെ കാണാൻ പറ്റണോ? ഇനിയും കാണാൻ പറ്റി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. മാപ്പൊന്നും വേണ്ടടോ. എന്താ വൈബ്! ആഹാ, ഈ പറ്റണവരൊക്കെ ഇങ്ങനെ വരണം കേട്ടോ. അതായത് ഒറ്റയ്ക്ക് ഇങ്ങനെ ബൈക്ക് കൊടുത്തിട്ട് കാട്ടിക്കൂടെയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു 1.5 എക്സ്പീരിയൻസ് അത്. ആന മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്, വേറെ മൃഗങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രാത്രിയാവുന്ന സമയത്താണ് ആനകളെ കൂടുതൽ കാണാം. അതെന്താ ഇപ്പോൾ അവർ പകൽ റോഡ് സൈഡിലൊന്നും വരാത്തതെന്നോ അറിയണില്ല. പകലൊക്കെ ഇവർ ഉൾക്കാട്ടിൽ കയറിയിട്ട് രാത്രിയാവുന്ന സമയത്ത് റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ നിൽക്കാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. മക്കളെ, നിങ്ങൾ വരികയാണെങ്കിൽ ഒരു പ്രാവശ്യം ഈ റൂട്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി, നല്ല രസമുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ. കാട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാന്ന് തോന്നുന്നുണ്ടല്ലോ. ഈ റൂട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റണോ? ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറ്റില്ലെന്ന് തോന്നുന്നുണ്ടോ.
മൂന്നാർക്ക് ഇതിൽ കയറാൻ പറ്റുമോ? കുഴപ്പമില്ല. ഈ റൂട്ട് റൈറ്റ് എടുക്കണം അല്ലേ? ഓക്കെ. കാലടി കൂടി പോവാം. ഏതാ എളുപ്പം? ആ ഏതാ? വല്ലം. ഓക്കെ. ആ വല്ലം. ആ അപ്പോൾ റൈറ്റ് എടുത്ത് പോയാൽ മതി അല്ലേ? ആ ചെക്ക് പോസ്റ്റ്. ആ ഓക്കെ. നിങ്ങളെ വീട് എവിടെ ഇപ്പോൾ? ഇവിടെ അടുത്ത് തന്നെയാണോ? ആ നിങ്ങൾക്ക് ഇവിടെ പണിയുണ്ടോ? ആ ശരി. ഓക്കെ. നിങ്ങൾ സ്ഥിര റൂട്ടായിരിക്കില്ല ഇത്? സ്ഥിര റൂട്ട് തന്നെ ആയിരിക്കില്ല ഇത്? ആ ഇവിടെ തന്നെ പണിയില്ലേ? ഇവിടെ തന്നെ പണി. വെറുതെ നമ്മൾ ആണോ വീട്? തൃശ്ശൂരാണ്. ആനാമാവ് എന്ന് പറയും. ആനാമാവ്. ആണോ? അവിടെ അല്ലേ? അവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഈ വഴിക്കൂടെ ആനല്ലാതെ വേറെ ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്നറിയാം. കണ്ടിട്ടുണ്ടോ? ഞാൻ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഈ റൂട്ട് ഇതുവരെ വന്നിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു ഈ റൂട്ട് ഇങ്ങനെ പോകാൻ പറ്റും എന്നുള്ളത്. അപ്പം ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വന്നതാ. ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? എന്താ പേര്? പാണ്ടുപാടോ? പാണ്ടുപാറ അല്ലേ? ഓക്കെ. അല്ല എനിക്ക് ഈ റൂട്ട് ഇങ്ങനത്തെ റൂട്ട് കിട്ടാൻ വേണ്ടിയിട്ടാ. അതെ അല്ലേ? റോഡ് നല്ല റോഡാണോ? ഇതേപോലത്തെ റോഡ് തന്നെ? ഇതേപോലത്തെ റോഡ് അല്ലെങ്കിൽ അവിടുത്തെ പോലത്തെ റോഡ് ഉണ്ടല്ലോ? കൂടുതലും റബ്ബർ എസ്റ്റേറ്റ് തന്നെ ഇവിടെ. അതെ. പൈനാപ്പിളൊക്കെ ഉണ്ടല്ലോ. എവിടെ? മാമലകണ്ട് കയറാൻ പറ്റും ഇതിലെ? അല്ല അതെനിക്കറിയാം. മാമലകണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലേ? ശരി. അതെങ്ങനെ കയറാ? അതാ ബൈക്കായിട്ട് പോകാൻ പറ്റുമോ നമുക്ക്? അതെയോ? വേറെ ദിവസം വന്ന് കയറാലോ. എന്താ പേര് പറഞ്ഞേ? അല്ല അവിടുത്തെ മാതാപ്പാറ അല്ലേ? നിങ്ങളെ പേര് അലൻ അല്ലേ? ആളുടെ പേരാ? ഷജിൻ അല്ലേ? ഓക്കെ. രാവിലെ മഞ്ഞുണ്ടോ? കോടയുണ്ടോ? ഉണ്ടല്ലേ?
ആ ആ ആ ആ ഭാഗത്തേക്ക് എത്തില്ല. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അല്ലേ? അതെല്ലേ. ഓക്കെ, താങ്ക്സ്. ഓക്കെ എന്നാൽ. അയ്യോ, എന്താ രസം. സൺസെറ്റ് ബ്യൂട്ടിഫുൾ. വാവ്. ശോ, എന്താ രസം. കാടിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് സൺസെറ്റ് ആദ്യമായിട്ട് കാണാം. ഈ ഭംഗി ക്യാമറ കൂടി കിട്ടുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ നേരിട്ടുള്ള ഭംഗിയാണ് പറയുന്നത്. പൈനാപ്പിൾ കൃഷിയുണ്ട് ഇവിടെ. പിന്നെ മൊത്തം റബ്ബർ എസ്റ്റേറ്റുകളാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. കാലടി, അയ്യമ്പുഴ, മഞ്ഞപ്ര, അങ്കമാലി, മൂന്നാർ റോഡ് ഇതല്ല? ആ, മഞ്ഞപ്ര. ഹിന്ദിക്കാരാണ്, ഹിന്ദിക്കാര്. സംഭവം ഓഫ് റോഡാണ്. ഓഫ് റോഡല്ല, മെയിൻ റോഡാണ്. പക്ഷെ ഓഫ് റോഡ് പോലെ അയക്കണം. ഈ റോഡൊക്കെ ഇവർക്ക് റെഡി ആയിക്കോടെ. നമ്മളിപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ചേച്ചീനെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ റോഡ് സെറ്റാക്കുമെന്ന് വിചാരിക്കാം. ഈ റൂട്ടിലൊന്നും അധികം ആൾക്കാർ വരാത്ത റൂട്ടുണ്ടോ? ഒറ്റയ്ക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകണം. ഒരു വണ്ടിയില്ല, ആൾക്കാരും ഇല്ല, ഒന്നുമില്ല. ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നവർ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഈ റൂട്ട് പോയാലും നല്ല ആനനൊക്കെ ഉണ്ടാവും മതി. നല്ല മൃഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ റൂട്ടുകൾ തിരഞ്ഞു പിടിച്ച് വരുന്നത്. ഞാനിങ്ങനെ പോകുമ്പോൾ ചോദിക്കാറുണ്ടായി, മക്കളായിട്ട് പോകുമ്പോൾ നമ്മൾ ഈ പോണ വഴിക്ക് പെട്ടെന്നൊരാന മുന്നിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ മക്കളെടുത്ത വശം പറയാം, നമ്മളൊന്നും ചെയ്യേണ്ട വെച്ചാൽ ചെയ്യാനുള്ളതൊക്കെ ആന ചെയ്തോളും. ഈ പറഞ്ഞ പോലെ തന്നെ ആനെങ്ങാനും മുന്നിൽ വന്ന് വിട്ടാൽ നമ്മളൊന്നും ചെയ്തു കൊടുക്കണ്ട, ചെയ്യാനുള്ളതൊക്കെ ആന ചെയ്തോളും. പക്ഷെ തൊട്ട് മുന്നേ വരാതിരുന്നാൽ മതി. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെയൊക്കെ വളവിൽ പെട്ടെന്ന് ഫ്രണ്ടിൽ വന്നു എന്നാലാണ് പ്രശ്നം, അല്ലെങ്കിൽ കുഴപ്പമില്ല. മഞ്ഞപ്ര, ഇത് കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണെന്ന് തോന്നുന്നുണ്ട്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ മലയാറ്റൂർ ഉണ്ടെത്താം. മലയാറ്റൂർ അടിവാരത്തൊക്കെ മാറി നിൽക്കടോ, ഞങ്ങളൊന്ന് പോട്ടെ. കുത്തോ? എന്ത് കല്ലള ഫാക്ടറിയോ? എന്താ സംഭവം?
പ്ലാന്റേഷൻ തന്നെയാണല്ലേ. അവിടുന്ന് തന്ന പാസ്സല്ലേ? അവിടുന്ന് തന്ന പാസ്സല്ലേ? ആ ആ എന്ത് സൈഡ് ഇടണല്ലോ? തീരെ കിട്ടൂല ആണോ? ആ ഇനി കാടൊന്നുമില്ലേ? ഇനി കാടില്ലേ? കുറച്ച് തന്നെ നാടായല്ലേ? എത്ര ദൂരം ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക്? അതെ, മൂന്നാർ പോകണമെങ്കിൽ ഏത് റൂട്ടാണ് നല്ലത്? അല്ല, ഏത് റൂട്ടാണ് നല്ലത്? ആ ഓക്കെ, ശരി എന്നാൽ. അങ്ങനെ ഏകദേശം കാടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളൂ കാട്. കൊള്ളാം. മൂന്ന് ലോഡ് വണ്ടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമോ? ഓവർടേക്ക് ചെയ്താൽ പണി കിട്ടുമോ? ചേട്ടാ നമുക്ക് സൈഡ് തന്നു. ഇനി രണ്ടെണ്ണം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ റോഡാണെങ്കിൽ ചിലപ്പോൾ പറ്റും. ആ അതാ പോകുന്നത് രണ്ടെണ്ണം ചിലപ്പോൾ പറ്റും. ഇതിലേ പോവാം. കൊള്ളാം. പ്രശ്നമില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഒട്ടും പറ്റില്ല. നമ്മൾ അവരങ്ങോട്ടേക്ക് വരും. भाई गुड मॉर्निंग इस वक्त. ओके അതിരപ്പള്ളി, മലയാറ്റൂർ, അടിവാരം ഈ വഴി കൂടി പോയി കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ഇതിൽ പോയി കഴിഞ്ഞാൽ അങ്കമാലി, കാലടി, അതിരപ്പള്ളി. അതിരപ്പള്ളി നമ്മൾ വന്ന വഴി തന്നെ അങ്കമാലി, കാലടി ആ വഴിയായിരിക്കും നമുക്ക് പോകേണ്ടത്. എന്നാലും ആ ചേട്ടനോട് ചോദിക്കാം. ഇവിടെ നല്ല അടിപൊളി ഒരു ചായക്കട ഉണ്ട്. ചായക്കടയിൽ നിന്ന് ഒരു ചായയും കുടിക്കുക. ചായ ഇല്ല അല്ലേ? ചോദിക്കട്ടെ. ചായ ഉണ്ടോ ഏട്ടാ? ചായ ഉണ്ടോ? അപ്പോൾ ഇവിടെ ഇറങ്ങാം. ചായ ഉണ്ട്. ഇത് മലയാറ്റൂർ റോഡല്ലേ ഇങ്ങോട്ട്? ആ ഓക്കെ. നമുക്ക് മൂന്നാറൊക്കെ പോകണമെങ്കിൽ നേരല്ലേ പോകണ്ടേ? ഇതിൽ തന്നെ പോകാൻ പറ്റുമോ? ആ ശരി. ഏത് എവിടെ എത്തും? ആ മലയാറ്റൂർ ചെന്ന് കഴിയുമ്പോൾ താഴത്തെ പള്ളിയില്ലേ? ആ താഴത്തെ പള്ളിക്ക്
അങ്ങോട്ട് ഒരു പാലമുണ്ട്. ആ പാലം കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നേരെ കോതമംഗലത്തോ? കുറുപ്പങ്ങാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോതമംഗലം. ആ ശരി. കടി എന്താ ഉള്ളത്? ഒരു പരിപ്പോട എടുത്തോ. അങ്ങനെ പരിപ്പോട കുറേ ദിവസത്തിന് ശേഷം തന്നെയാണ് കേട്ടോ. ഓക്കെ. ഇല്ല പറഞ്ഞോ. ഏറ്റവും ഇത് ഈ വഴി നല്ല വഴിയാണ്. വഴി നല്ലത് പോരാത്തന്നെ ബ്ലോക്ക് ചെയ്ത് ഇതിലെ പോകുമ്പോ കാലടി കയറുമ്പോ ബ്ലോക്ക് കിട്ടും. നല്ല ബ്ലോക്ക്. ഇതിലെ പിന്നെ പോകാൻ പറ്റുമല്ലോ അല്ലേ? കുറുപ്പമ്പടി. അത് മാപ്പ് ഇട്ടാൽ മതി അല്ലേ? കുറുപ്പമ്പടി എന്ന് പറയുന്നത് ഹൈവേ തന്നെയാണോ? കയറുന്ന വഴിയാണല്ലേ? മൂന്നാർ റോഡ് അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ കുറച്ച് നേരം ഓഫ് ചെയ്ത് നോക്കട്ടെ. ഞാനൊന്ന് ചായ പിടിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഈ വഴി കൂടെ വന്നിട്ട് മലയാറ്റൂർ തിരിയുന്ന റൂട്ടിൽ എത്തിയിട്ടുണ്ട്. തൽക്കാലം ഞാൻ ഇവിടുന്ന് വണ്ടിയുടെ ഫോഗ് ലൈറ്റ് മാറ്റാൻ വേണ്ടി പോകണം. ഓക്കെ. യെല്ലോ ലൈറ്റ് ഇടാൻ വേണ്ടി പോകണം. നല്ലിട്ടോ മാത്രമല്ല ചിലപ്പം മഞ്ഞുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാണുന്നുണ്ടാവും. ഇല്ലല്ലോ, ലൈറ്റ് വളരെ കുറവാണ്. ഓക്കെ. ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ കട. ഇവിടെ നിന്നാണ് ചായ പിടിച്ചത്. അപ്പം ശരി ചേട്ടാ, പോട്ടാ. തൃശ്ശൂർ. അവിടെ ചോദിച്ചാൽ നമുക്കിങ്ങനെ അറിയാത്ത വഴി കൂടി പോകുന്നതാണ് ഇഷ്ടം കൂടുതൽ. ചോദിച്ചു പോകാലോ. സുഖമായിട്ട് പോകാല്ലേ? ചേട്ടന്മാർ ഈസിയായിട്ട് പോകാനുള്ള വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കാം. യെല്ലോ ലൈറ്റ് എടുത്ത് ഓണാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തീരെ ലൈറ്റ് ഉണ്ടാവില്ല. ഉണ്ടല്ലോ, ഒട്ടും ലൈറ്റില്ല. നമുക്ക് കുറുപ്പമ്പടിയാണ് എത്തേണ്ടത്. ചോദിച്ചു പോവാം. അടിവാരം. ഇതാണ് അടിവാരം. മലയാറ്റൂർ അടിവാരം. കുറുപ്പമ്പടി എങ്ങനെ പോവാ? ബ്രിഡ്ജൊക്കെ വരുന്നത് ഇവിടെ? അവിടെ മെയിൻ റോഡ് തന്നെയാണല്ലേ? ഇതാണ് മലയാറ്റൂർ പള്ളിന്ന് തോന്നുന്നുണ്ട്. ഇതന്നെ
മലയാറ്റൂർ പള്ളി കേട്ടോ. ബാക്കിലാണെന്ന് കുറുപ്പമ്പടി ലെഫ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. കോടനാട് കാലടി. പാലം ചേട്ടൻ പറഞ്ഞത് പാലം കഴിഞ്ഞ് ഒരു 4 കൂടി ജംഗ്ഷനെത്തും. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റല്ല പറഞ്ഞത്, ലെഫ്റ്റ് എടുത്ത് പെരുമ്പാവൂർ പോകണ്ട, അവിടെ തിരക്കായിരിക്കും. കുറുപ്പമ്പടി ഈ വഴിയായിരിക്കും. രാത്രിയായി. ഞാൻ ഒരു പുതിയ പ്ലാനിലാണുള്ളത്. ഇവിടുന്ന് കോട്ടപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഞാൻ മൂവാറ്റുപുഴയിലുള്ളത്. മൂവാറ്റുപുഴയിൽ നിന്ന് കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോകണമെന്ന് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വഴി വന്ന സ്ഥിതിക്ക് ഇന്ന് കോട്ടപ്പാറ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാം. നാളെ രാവിലെ കോട്ടപ്പാറയിൽ മഞ്ഞ് വീണത് കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ളൊരു പരിപാടിയില്ല. അപ്പം നേരെ കോട്ടപ്പാറയ്ക്കുള്ള റൂട്ടിലാണ്. വണ്ണപ്പുറം എന്ന് പറഞ്ഞൊരു മെയിൻ സ്ഥലമുണ്ട്. എൻ്റെ അടുത്താണ് ഈ കോട്ടപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോസും ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമുക്ക് മഞ്ഞ് ഉണ്ടാവുമോ എന്നുള്ളത് നാളെ പോയാൽ തന്നെ അറിയുള്ളൂ. അതിൻ്റെ അടുത്ത് വണ്ണപ്പുറത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അതിൻ്റെ അടുത്ത് പുറത്തെ സ്ഥലങ്ങളിൽ ഞാൻ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ മല കയറാനുള്ള പരിപാടിയിലാണ് പ്ലാൻ. എന്തായാലും പോയിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ മൂവാറ്റുപുഴയിലുള്ളത്. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ, സ്റ്റോപ്പ് റെക്കോർഡിങ്.